വിടരുത്, വെറുതെ വിടരുത്. ഈ നാട്ടുകാര് നമ്മളോട് ചോദിക്കാതെ നമ്മുടെ മരങ്ങളെല്ലാം യൂസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മരങ്ങൾ മുറിച്ചിരിക്കുന്നു. ഇനി ഈ സിറ്റിയിലുള്ള മുഴുവൻ മരങ്ങളും നമ്മൾ തിന്നുന്നു. വിടരുത്, ഒന്നിനെയും വിടരുത്. കുട്ടിയാടുന്നു നല്ലൊരു കഥകളി. നിങ്ങൾ തമ്മിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കയ്യാങ്കളി? ചേട്ടനിലെ കുറച്ചു നേരത്തെ മുമ്പ് പറഞ്ഞ തല്ലാൻ ഇപ്പൊ തല്ലിയപ്പോ ആവശ്യമില്ലാതെ എന്തിനാ വഴക്കുറയുന്നേ? മണ്ടന്മാരെ, ഞാൻ പറയുന്നത് കേക്ക്. എല്ലാം പറഞ്ഞത് തമ്മിൽ തല്ലാനല്ല, നാട്ടുകാരെ പാഠം പഠിപ്പിക്കണം. മതി മതി, കാര്യം പിടികിട്ടി. നിന്റെയൊക്കെ പേര് മറന്നുപോയി. നീയും വേഗം പോയിക്കോ. കിലോ 50 രൂപയാ. അയ്യോ, ഇതെന്താ ഇത്? എന്തായാലും ഇത് ക്യാഷ് തന്നെയായിരിക്കും. വിടാതെ പിടിക്കേ. സമ്മതിക്കില്ല. ക്രിക്കറ്റിൽ ബോക്സിംഗിന്റെ ഗ്ലൗസ് ധരിക്കാൻ പാടില്ല. എടാ, എന്റെ ബാറ്റ് എവിടെ പോയടാ? ബാറ്റ് പൊക്കുമ്പോ തന്നെ അപ്രത്യക്ഷമായല്ലോ. സംശയമുണ്ടോ? അപ്രത്യക്ഷമായെന്നോ? നീ എന്തായി പറയുന്ന? ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകും. കണ്ടോടാ, ഇവിടുത്തെ സ്റ്റം എത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായേ. എടാ, ഇത് മുഴുവൻ ചെതലുകളാണ്. ഇവറ്റകൾ നമ്മുടെ സാധനങ്ങളെല്ലാം തിന്നുകയാണ്. എനിക്കൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നവുമില്ല. വിട്ടേക്ക് പോകട്ടെ, ഇവന്മാരെ ഞാൻ പാഠം പഠിപ്പിക്കാം. നമ്മുടെ ഫർണിച്ചർ. ഇതിനുള്ള പ്രതിവിധി ബുക്സിനകത്ത് ഉണ്ടാകും. എടാ, ഇത് അവസാനത്തെ പേജാണ്. വേഗം വായിക്ക്, വേഗം വായിക്ക്. എല്ലാം ഇതോടെ തീർന്നു. നിന്നേക്ക് എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാ ഒരു പാഠം ഞാൻ പഠിപ്പിക്കും. കൊച്ചളിയാ, പാഠം പഠിപ്പിക്കാനായിട്ട് അടുത്തെങ്ങാനും പരീക്ഷ വരുന്നുണ്ടോ? പണ്ടങ്ങനെ വാങ്ങിച്ചതാ ഇത്. ഇവറ്റകളെ നശിപ്പിക്കാനുള്ള സ്പ്രേ ആണ്. ഞാൻ നന്നായിട്ട് ഉന്നം പിടിക്കും. സ്പ്രേ ഞാൻ അടിക്കാൻ താ. അതാണ് നിന്റെ ഉന്നം എന്തായാലും ഒരു സംഭവം തന്നെയാ. എന്തായാലും നീ പോലീസിൽ ചേരാത്തത് നന്നായി. അല്ലെങ്കിൽ കള്ളന്മാരെ രക്ഷപ്പെടുത്തി ബാക്കിയുള്ള പോലീസുകാർക്ക് നീ 8ന്റെ പണി കൊടുത്തനെ. സംശയമുണ്ടോ? പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. ഇൻസ്പെക്ടർ പാണ്ഡെയോട് സഹായം ചോദിക്കാം. അല്ല, പോലീസ് സ്റ്റേഷൻ എവിടെ നിന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എവിടെ? എടാ കഴുതേ, പോലീസ് സ്റ്റേഷൻ ഇവിടെ തന്നെയാണ്. ജനത്തിരക്ക് കാരണം കാണാൻ പറ്റാത്തതാണ്. നിന്റെ തലയ്ക്കകത്ത് ചിലപ്പോ മരക്കഷ്ണമായിരിക്കുന്നത്. അതുകൊണ്ട് ആ ചെതലുകൾ ചിലപ്പോ അതും തിന്നു തീർത്ത് കാണും. സംശയമുണ്ടോ? ഓരോരുത്തരായിട്ട് കാര്യം എന്താണെന്ന് വേഗം പറയേ. തന്റെ
സാറിന്റെ കംപ്ലൈന്റ് എന്താണ്? എന്റെ പെർമിറ്റിന് 2 വർഷത്തേക്കിന് കൂടി ബാക്കിയുണ്ട് സാർ. ആ വീട്ടിലാണ് എന്റെ അച്ഛനും മുത്തച്ഛനും എല്ലാം താമസിച്ചിരുന്നത്. ഇപ്പോൾ ആ ചിതലുകൾ വന്ന് എന്റെ വീട് മുഴുവൻ തിന്ന് നശിപ്പിച്ചിരിക്കുകയാണ് സാർ. ഈഷ്, അപ്പൊ തന്റെതോ? എന്റെ ഫർണിച്ചർ കടയിലുണ്ടായിരുന്ന സാധനങ്ങൾ മൊത്തത്തിൽ അവറ്റകൾ തിന്നു തീർത്തു. കട മൊത്തത്തിൽ ഇപ്പൊ ഒഴിഞ്ഞു കിടക്കുക. കാണുന്നവർ വിചാരിക്കുന്നത് സ്ഥലം ഏതോ വിൽക്കാനിട്ടേക്കാണെന്ന. അവിടെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാരും കൂടെ എന്നെ ഒരു ബ്രോക്കറായിട്ടാ ഇപ്പൊ കാണുന്നത്. ഈഷ്, ശരി, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറയാ. അവറ്റകൾ ഞങ്ങളുടെ വീട്ടിലേക്കും വന്നു. മനസാധനങ്ങൾ പോയെങ്കിൽ പോട്ടെ, അവറ്റകൾ ഞങ്ങളെ തല്ലുകയും ചെയ്തു. സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഓപ്പൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അടിക്കൂ, ഓടിക്കൂ. അടുത്തെവിടെ പോകണം ബോസ്? പറയുന്നത് ആദ്യം ശ്രദ്ധിക്കൂ മണ്ടന്മാരെ. ഒന്നുകൂടി പറഞ്ഞു തരാം. ഓപ്പറ്റിന് ഉടൻ തന്നെ ഓടിക്ക്. എന്നെ തല്ലരുത്, ഞാൻ നിങ്ങളുടെ പക്ഷക്കാരനാണ്. ഇവര് കാരണം എനിക്കും വല്ലാത്ത പ്രശ്നങ്ങളാ. എപ്പ നോക്കിയാൽ യുവമാർ എന്നെ മുളക് തീറ്റിക്കുകയാണെന്നേ. നിങ്ങൾക്കറിയാവോ ഇഷ്ടമില്ലാത്ത ആഹാരം കഴിക്കുന്നത് എത്ര മാത്രം കഷ്ടമാണെന്ന്? എന്റെ ബോസേ, പോപ്പട്ടിന് എന്തായാലും നമ്മുടെ വിഷമങ്ങള് മനസ്സിലായി തോന്നുന്നു. സംശയമുണ്ടോ? ദാ, ഇത് നോക്കൂ. ഏ? ഈ ടീം നിങ്ങൾക്ക് വേണ്ടി ഞാൻ മോഷ്ടിച്ചോണ്ട് വന്നാണെന്നേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതുപോലെ ഒരുപാട് മരത്തിലുള്ള സാധനങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് സേവിങ്സിൽ. പിന്നെ നിങ്ങൾ അവിടുന്ന് പോകുന്നതിന് ശേഷം നിങ്ങളുടെ പേരിൽ ഇൻസ്പെക്ടർ പാണ്ഡ സാറെ വാറന്റ് ഇട്ടിരിക്കുക, അറിയോ? എന്തായാലും അങ്ങേരെ ഒരു പാഠം പഠിപ്പിക്കണം. സംശയമുണ്ടോ? എന്ത് വേണമെങ്കിലും പുറപ്പെടുവിക്കട്ടെ. എന്നാ ഒരു കാര്യം ഓർത്തോ, ഞങ്ങളടുത്ത് ആവശ്യമില്ലാതെ കളിക്കാൻ വന്നു കഴിഞ്ഞാല് അവസാനം ഒരു പൊടി പോലും മിച്ചം കാണില്ല. ഒന്ന് വെച്ചാ 4, 4 വെച്ചാ 6, 6 വെച്ചാ 8, 8 വെച്ചാ 10. ഇന്ന് മൊത്തത്തിൽ കിട്ടി നമുക്കൊരു സ്വത്ത്. കൂട്ടുകാരെ, നമ്മൾ ഏതായാലും ഇവിടെ റെസ്റ്റോറന്റ് തുറന്നു. പക്ഷെ പോലീസ് എങ്ങാനും പിടിച്ചോണ്ട് പോയാലോ? ഇത് നമ്മുടെ റെസ്റ്റോറന്റാ, അല്ലാതെ വല്ലവരുടെ അല്ല. സംശയമുണ്ടോ? മേഡം പറഞ്ഞത് ആർക്കെങ്കിലും ആഹാരം കൊടുക്കുന്നത് പുണ്യപ്രവൃത്തി എന്നാണ്. കൂടാതെ ഇതിനേതായാലും ഡബിൾ പുണ്യം കിട്ടും. ആദ്യം നാട്ടുകാരെ കഴിപ്പിക്കണം, പിന്നെ കിച്ചണിൽ വെച്ച് സ്വന്തമായിട്ട് കഴിക്കണം. സംശയമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ടർ പാണ്ഡയ്ക്ക് ദിവസം പുണ്യം കിട്ടുന്നുണ്ടാവും. അങ്ങനെ ദിവസം മൂക്ക് മുട്ട നല്ല തീറ്റയാ. ആരെങ്കിലും ഉണ്ടോ? നീ എന്തോന്നാടാ ഈ ചെയ്യുന്നേ? നമ്മൾ പഞ്ചസാര വാങ്ങാൻ അയൽവക്കക്കാരുടെ വീട്ടിൽ വന്നല്ല. ഇത് നമ്മുടെ സ്വന്തം റെസ്റ്റോറന്റാ. ഇതാ നോക്കൂ മെനു. ഇത് ഈ പോക്കാണെങ്കിൽ മെനുവിൽ ആദ്യം വരുന്ന പേര് എന്റേതായിരിക്കും. പോപ്പട്ട് ഷേക്ക് എക്സ്ട്രാ സ്പൈസ്. വാവ്, 7 സ്റ്റാർ ഹോട്ടൽ. 7 സ്റ്റാർ ഈ ഹോട്ടലിന്റെ പേരാ. ഇത് ജസ്റ്റ് സിംഗിൾ സ്റ്റാറേ ഉള്ളൂ. സംശയമുണ്ടോ? നിങ്ങൾ റെസ്റ്റോറന്റ് തുറന്നിട്ട് എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ അങ്ങനെ പലതും തുറന്നു വരും. അതൊക്കെ നിന്നോട് പറയണമെന്നുണ്ടോ? എന്തൊരു കട്ടിയായത്. വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാം.
ഇനി ഇവിടെ കൂടെ കയറി ഭക്ഷണം കഴിച്ച് കടന്നു കളയാം. നീ എന്താടാ അകത്തേക്ക് വരാത്തെ? എന്നോട് ആരും ഒന്നും പറഞ്ഞതേ അകത്തേക്ക് വാടേ. എന്നാ വരുന്നു. റെസ്റ്റോറന്റ് തുറന്ന സന്തോഷത്തില് ആദ്യം എന്തെങ്കിലും മധുരമുള്ള ഉണ്ടാക്കാം. ജിലേബി. ആ? ഉം. ഉം. ആ? ഉം. ആ? ഉം. ആ? ഇതിനു മാത്രം പുകയോ? കിച്ചണിൽ എന്താ വല്ല സ്റ്റേജ് ഷോ നടക്കുന്നുണ്ടോ? അയ്യോ, ആ? ആ? അതെ പ്രാവേ. പ്രാവോ? ഞാൻ പ്രാവലടാ പൊട്ടാ, പോപ്പട്ടാ. ഇത്ര നേരം ചീനച്ചട്ടിൽ എന്തിനാ ജിലേബി ഇട്ടേക്കുന്നത്? എടാ അതെന്താ കോരി മാറ്റാത്തതെന്ന്? മേഡം പറയാറുണ്ട് ക്ഷമിക്കും തോറും ഫലം മധുരമായിരിക്കും. ഞാൻ അരമണിക്കൂറാണ് ക്ഷമിച്ചിരുന്നത്. ഇപ്പൊ ജിലേബി നല്ല മധുരമായി കാണും. എന്റെ ഹൽവ തമ്പുരാനെ, നിന്റെ ജിലേബിയുടെ കാര്യം ഗോവിന്ദ. കണ്ടില്ലേ, ഞാൻ ജിലേബി ഉണ്ടാക്കിയപ്പോ അത് നടൻ ഗോവിന്ദയ്ക്ക് വരെ ഇഷ്ടായി. ഇത് നീ എടുത്തോണ്ട് പോയി റോഡിലിട്ടേക്ക്, ടാറിന് പകരം ഉപയോഗിക്കാം. ഷെഫിന്റെ കോൺസെൻട്രേഷൻ കളയാതിരിക്കൂ. ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു കലയാണ്. കല. നിനക്കൊന്നും അറിയില്ല. നീ ഇവിടുന്ന് പോയേ. ആ. ഉം? ഉം? ദാ ഇതും കൂടി ഒന്ന് കഴുകിയേക്ക്. നീ എന്താടാ ഈ നാട്ടുകാരുടെ പാത്രം മുഴുവനും കൊണ്ടുവന്ന? 500, 250, 300. ഈ 3 രൂപയുടെ ഐറ്റം വേഗം കൊണ്ടുവാ. എന്തോന്ന് ചേട്ടാ, അത് പേജ് നമ്പർ ആണ്. നിങ്ങളുടെ 8 കൈയില്ലേ, അതെല്ലാം കൂടെ വിറ്റിട്ട് ഒരു കണ്ണട വാങ്ങിച്ച് വെക്ക്. ഈ ബുക്ക് വായിച്ചിട്ടുണ്ടാക്കാം. ന്യൂഡിൽസ് ഓവനിലിടുക. ആ? ആ. ഉം. ആ. ആ. പിന്നെ ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ആ? ആ. അപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് മയങ്ങിയേക്കാം. ഹണി, ഷെഫായിട്ട് നീ എല്ലാം കുളമാക്കിയല്ലോടെ. ഇനി മുതൽ നീ വെയിറ്ററാ. കണ്ടില്ലേ സോർദാറെ, മനസ്സർപ്പിച്ച് ജോലി ചെയ്താൽ നമുക്ക് അപ്പൊ തന്നെ പ്രൊമോഷൻ കിട്ടും. ഹുയ്, ഹുയ്. ഹുയ്. ഇത് വില കൂടുതലാ, ഇതിനും കൂടുതലാ. ഇതിങ് കൊണ്ടുപോവാ. ഇതിലെ റേറ്റ് ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അത് പിന്നെ ചേട്ടാ, ഇത് ഈ റെസ്റ്റോറന്റിന്റെ പേരാ, 7 സ്റ്റാർ ഹോട്ടൽ. ചേട്ടൻ എന്താ കഴിക്കാൻ വേണ്ടത്? ചപ്പാത്തി, ചിക്കൻ തന്തൂരി, പൊറോട്ട, ഇടിയപ്പം, മുട്ടക്കറി, ബീഫ് ഒലത്തിയത്, ഇതെല്ലാം ചേട്ടന് തൊട്ടടുത്തുള്ള റെസ്റ്റോറന്റിൽ നിന്ന് കിട്ടും. ഇനി ഞങ്ങളുടെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള വെള്ളം കുടിക്കൂ. ഇവിടെ കടായി പനീർ കിട്ടോ? കടായി പനീർ മാത്രം മതിയോ? ദേ ഇപ്പൊ കൊണ്ടുവരാം. ദാ പിടിച്ചോ കടായി. പിന്നെ ഇതാണ് പനീർ. താങ്കൾക്ക് കഴിക്കാൻ ഷവർമ എടുക്കട്ടെ? ഹണി,